Hi, good morning friends. I am Shyam. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഡിഫറൻസിയേഷനിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അത് ഏതാണെന്നല്ലേ, ചെയിൻ റൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഇന്ന് നമ്മൾ നോക്കുന്ന പ്രോബ്ലം ഇതാണ്. ഇഫ് y ഈക്വൽ ടു റൂട്ട് ഓഫ് 2x മൈനസ് 3 ഫൈൻഡ് dy ബൈ dx. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്താണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമായ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് നോക്കുന്നത്. അതായത് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് എന്നാണ്. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇതെല്ലാവരും നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ റൂട്ട് എക്സിന്റെ സ്ഥാനത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2x മൈനസ് 3 എന്നാണ്. അപ്പോൾ എക്സിന് പകരമായിട്ട് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 2x മൈനസ് 3 എന്നുള്ള ഫംഗ്ഷനെയാണ്. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് 2x മൈനസ് 3 ഈക്വൽ ടു, അപ്പോൾ റൂട്ട് എക്സ് ചെയ്യുന്ന അതേപോലെ തന്നെ 1/2 റൂട്ട് എക്സിന്റെ സ്ഥാനത്ത് 2x മൈനസ് 3 ഇൻറ്റു, ഇനി എക്സിന് പകരം എന്താണ് അവിടെ നമ്മൾ വന്നിട്ടുള്ളത്, അതിന്റെ ഡെറിവേറ്റീവും കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x മൈനസ് 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/2 റൂട്ട് 2x മൈനസ് 3 ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2xന്റെ ഡെറിവേറ്റീവ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 3, ദാറ്റ്സ് ഈക്വൽ ടു 1/2 റൂട്ട് 2x മൈനസ് 3 ഇൻറ്റു 2xന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി അഗൈൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് 1/2 റൂട്ട് 2 മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 2 ആയി മാറി. മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തു പോകും. നമ്മുടെ ആൻസർ 1/√2x മൈനസ് 3 എന്ന് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയിൻ റൂള് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഈ ചാനലിലൂടെ ഉന്നയിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നൽകാൻ ശ്രദ്ധിക്കുന്നതാണ്.